സൂചന മാത്രം. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ അറിയാം, നിങ്ങൾക്ക് തടുക്കാൻ പറ്റില്ല. ഞാൻ വെല്ലുവിളിക്കാതെ തടുക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഞാനാണ് ആവർത്തിക്കരുത്. താക്കീതാണ് ഇവിടെ, താക്കീത് എവിടെയാണ്? ബിജെപിയുടെ പ്രസ്ഥാനം. അവസാനം കേസുകൾ തീർക്കാൻ ഞങ്ങളുടെ കാല് പിടിച്ച ചരിത്രങ്ങളുണ്ട് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ഓർമ്മിക്കണം. ഞങ്ങളോട് പോരിന് വരല്ലേ. ഞങ്ങളുടെ പെൺപുലികൾ മതി നിന്നെ നേരിടാൻ. ഈ നാട്ടിലാണോ ഈ പോലീസ് ഈ തിരിച്ചു നിൽക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു ദ്വീപ് എന്ന SI ചെമ്പലിന്റെ ഉദയം ഒന്ന് വാ തുറന്നപ്പം അവിടെ വീണു. മണക്കാട് കൗൺസിലർ സരിതേര ഇത് കളി. അപ്പൊ ഈ പട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യാന് 3 ടെൻഷൻ. രണ്ട് വയലൻസിന്റെ പോലീസ്. ഞാൻ കടിക്കും, പിന്നെ ഞാൻ കടിക്കും. ഭാരത് മാതാ കി ബോലോ, ഭാരത് മാതാ കി ബോലോ, ഭാരത് മാതാ കി. അറസ്റ്റ് കൊണ്ടും മർദ്ദനം കൊണ്ടും, അറസ്റ്റ് കൊണ്ടും മർദ്ദനം കൊണ്ടും അടിച്ചമർത്താൻ നോക്കേണ്ട, അടിച്ചമർത്താൻ നോക്കേണ്ട. അടിച്ചമർത്തും തോറും ഞങ്ങൾ ശക്തരാകും പോലീസ്. മുദ്രാവാക്യം അനർത്ഥമാണ്. ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ തിരുവനന്തപുരത്ത് അറസ്റ്റ് കൊണ്ടും മർദ്ദനം കൊണ്ടും ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും നിങ്ങൾക്ക് അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇവിടുത്തെ പുതിയ തലമുറയിലുള്ള പോലീസുകാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്, VS അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും, എന്തിന് കരുണാകരൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും, അച്യുതമേനോൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും കേരളത്തിലെ സംഘപരിവാരനെയോ BJP പ്രവർത്തകരെയോ ജനസംഘ പ്രവർത്തകരെയോ നിങ്ങൾക്ക് ഇങ്ങനെ ഉമ്മാക്കാരി ചതിച്ചമർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിന്റെ താളുകളിലുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഞങ്ങൾ അറസ്റ്റ് കണ്ടിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ ശരീരങ്ങളൊക്കെ മർദ്ദനം മ്യൂസിയം പോലീസിന്റെ ലോക്കപ്പില് മർദ്ദനമേറ്റ ശരീരമാണ് ഈ നിൽക്കുന്ന ജില്ലാ പ്രസിഡന്റ് കരമനജയെന്ന് ഓർമ്മിക്കണം. 4 രാത്രികൾ കൊണ്ട് അടിച്ചമർത്തിയിട്ട് കരമനജയൻ അടിച്ചമർത്തിയപ്പോൾ അമർന്നു പോയിട്ടില്ല. ഇവിടെ ഒരു പ്രവർത്തകനും എന്നെപ്പോലെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ നിങ്ങളെല്ലാം അടിച്ച് തോൽക്കപ്പിലൊക്കെ മർദ്ദിച്ച് തകർക്കാൻ ശ്രമിച്ചിട്ട് ഇവിടെയെല്ലാം അടിച്ചമർത്തും തോറും ഞങ്ങൾ ശക്തരായി പോലീസ് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല. CPM ഇവിടുത്തെ ഇതിനേക്കാളും 30-35 വർഷങ്ങൾക്ക് മുമ്പുള്ള CPM-നെ നമുക്കറിയാം. അന്ന് ചാലമോഹനെ പോലുള്ള CPM-ന്റെ മഹാരഥനായ ഇവിടുത്തെ ഗുണ്ടായുസത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അവരെയൊക്കെ നേരിട്ട പാരമ്പര്യമാണ് തിരുവനന്തപുരത്തുള്ളത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ഇവിടെ ചില പുഴുക്കളുണ്ട്, ചില പുഴുക്കൾ. എന്താ പേര്? CI ഒരു ദ്വീപ് എണിച്ചു നിൽക്കാൻ വയ്യ. പണ്ടൊക്കെ കടുവാ കൃഷ്ണൻ നായർ, രാമൻ നായർ, അല്ലരാമേന്ദ്രനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട്. കടുവാ കൃഷ്ണൻ നായർക്കെതിരെയും ഫോർട്ട് AC ആയിരുന്ന രാമൻ നായർക്കെതിരെയൊക്കെ ഇനി വേറെ മഹാരഥനായ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, മുകുന്ദൻ. അവരെ വെച്ച് നോക്കുമ്പോൾ ഇത് നാണം തോന്നും, എനിക്ക് അപമാനം തോന്നുന്നത്. ഈ നാട്ടിലാണോ ഈ പോലീസ് ഈ തിരിച്ചു നിൽക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു ദ്വീപ് എന്ന SI ചെമ്പലിന്റെ ഉദയം ഒന്ന് വാ തുറന്നപ്പം അവിടെ വീണു. ഇന്നലെ ബിപിൻ ചെങ്ങന്നൂർ പോയി DYSP-യെ, അവിടുത്തെ DYSP-യെ തന്നെ കൈകാര്യം ചെയ്തവനാണ് ഈ ബിപിൻ. എടാ ബിപിനെ, നിന്നോട് പറയുകയാണ്,
ഞങ്ങളോട് പോരിന് വരല്ലേ വരല്ലേ, ഞങ്ങളുടെ പെൺപുലികൾ മതി നിന്നെ നേരിടാൻ. പെൺപുലികൾ മതി, ഞങ്ങൾ പുരുഷന്മാര് വേണ്ട, പെൺപുലികൾ മതി. ഇന്നലെ കണ്ടല്ലോ കളിക്കുന്നു കളി. തെരുവനായിക്കളെ എങ്ങനെയെങ്കിലും അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. മേയർ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരുവനായിക്കളുടെ കളികൾ 45 വർഷക്കാലമായി ഈ CPM-ന്റെ കളിയേറ്റ് ഈ തിരുവനന്തപുരം നഗരം അവരങ്ങ് തകർന്ന് അവര് വോട്ട് ചെയ്ത് BJP അധികാരത്തിൽ കൊണ്ടുവന്നു. ഈ കളി പോരാത്തോണ്ട് പുതിയ കളികളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പോലീസ്. അവന്റെ പല കളിച്ച പല അടുത്ത തകർന്ന് താഴാൻ BJP പ്രവർത്തകർ. പിന്നെ ഒരു ക്ഷേത്രത്തിന് അതിക്രമിച്ച് കയറി ഞങ്ങൾ പ്രവർത്തകരെ ആക്രമിച്ചു. പണ്ട് ഇടിവണ്ടി ഉണ്ടായിരുന്നു, ഇടിവണ്ടി അടിയന്തരാവസ്ഥ കാലത്ത് ഇടിവണ്ടി. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു വലിയ ബസ് വരും, ഇടിവണ്ടി, അതിനകത്തിട്ടാണ് ഇടിക്കുന്നത്. ഏതോ ഇതൊക്കെ കണ്ട് 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 ഞങ്ങൾ ഇതൊക്കെ നേരിട്ട് തന്നെയാണെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി BJP മാറിയിരിക്കുന്നത്. തിരുവനന്തപുരം അനന്തപുരം ഭരിക്കുന്ന BJP-യാണ്. ഞങ്ങൾ എല്ലാ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. നിങ്ങൾ ഓർക്കണം, ഞങ്ങളൊന്ന് മര്യാദ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടിക്കാം. പക്ഷെ ഞങ്ങളെ പ്രകോപിപ്പിച്ച് ഞങ്ങളെ ഈ ക്ഷമയുടെ അതിരുകൾ ആ ക്ഷമ കെട്ടുപോയാൽ പോലീസെ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടു കൂടി തിരുവനന്തപുരത്ത് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ പാർട്ടി BJP-ക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടം തൊട്ട് തുടങ്ങിയതാണ്. അവിടെ രാത്രി 9:45 ഈ വിപിൻ വർമ്മൻ വരും, വന്ന് BJP-യുടെ വാഹനങ്ങളൊക്കെ തടഞ്ഞിടും. 9:45 10 മണി വരെ സമയമുണ്ട്. ഈ സമയം അവർക്ക് കൊടുക്കില്ല. UDF-ന്റെ LDF-ന്റെ വണ്ടി അതുവഴി പോകും, തടയില്ല. അന്ന് നോക്കി വെച്ചതാണ്. ഇപ്പോൾ കയറി കയറാമെന്നാണ് ഞാൻ വാക്കുകൾ ഒരു ജില്ലാ അധ്യക്ഷൻ നിലയിൽ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ജനാധിപത്യ മര്യാദ അനുസരിച്ചാണ് ഇവിടെ ഈ പരിപാടി. മാധ്യമ സുഹൃത്തുക്കളും വിചാരിച്ചു ഇവിടെ ആക്രമണം ഉണ്ടാവും, പോലീസ് ആക്രമണം ഉണ്ടാവും. പക്ഷേ BJP-യുടെ തീരുമാനമെടുത്താൽ അവിടെ പ്രവർത്തകർ നിൽക്കും. ഞങ്ങൾ വളരെ വളരെ മര്യാദയോടുകൂടി ജനാധിപത്യ മര്യാദ ശ്രമിക്കുന്നു. ഞങ്ങൾ ഒന്ന് കണ്ണെടുത്ത് കൊടുത്താൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബാരിക്കേഡിനൊക്കെ ചവിട്ടി പുറത്തെ അപ്പുറത്തെ ഏതാണ്ട് സംഘടനാ ശേഷി ഞങ്ങൾക്കുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ഞാൻ വളരെ മാന്യമായി ഞങ്ങൾ പെരുമാറും. ഞാൻ ഉച്ചയ്ക്ക് അതേ പറഞ്ഞു, ബിനുവിനെ ആക്രമിച്ചു. ബിനുവിനും കുടുംബവും വണ്ടിക്കകത്തിരുന്ന സമയത്ത് ആക്രമിച്ചത് തെറ്റാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് സമ്മതിച്ചതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, വണ്ടിയിൽ അടിച്ചാൽ ദേഹത്തടിക്കും പോലെ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞാണ് ബിനുവിനെ തന്നെ, കേസിൽ പ്രതിയല്ലാത്ത ബിനുവിനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ ഇവിടെ റിട്ടയർഡായിട്ട് പല പോലീസുകാരും കറങ്ങി നടക്കുന്നുണ്ട്. റിട്ടയർഡിന് മുമ്പേ വൻ സംഭവങ്ങൾ നടത്തിയിട്ടുള്ള പോലീസ് ഓഫീസർമാര് അവസാനം കേസുകൾ തീർക്കാൻ ഞങ്ങളുടെ കാല് പിടിച്ച ചരിത്രങ്ങളുണ്ട് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ഓർമ്മിക്കണം. അതാണ് സൂചിപ്പിച്ചത് ഒരു പോലീസ് ഓഫീസറെ പേരെടുത്ത് പറഞ്ഞത്. രക്തത്തിളപ്പോണ്ട് പലതും തോന്നും CPM ഈ പിണറായി വിജയന്റെ ഭരണത്തിന്റെ അന്ത്യവകാശം നടക്കുന്ന ഈ വേളയാണ് എന്ന് വിവിധം ദീപപിള്ളയെ ഓർമ്മിക്കും. അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു ഭരണമാണ്, ഇവിടെ എന്തെങ്കിലും മുറ കാണിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളോട് മുറ കാണിക്കാൻ വരല്ലേ? വന്നാൽ ഞങ്ങൾ വിടില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വൈകാര്യമായി തന്നെയാണ് സംസാരിക്കുന്നു. നന്ദാവണി ക്യാമ്പിലെ ഞങ്ങളുടെ പ്രവർത്തകരൊക്കെയാണ് ഞങ്ങൾ അനുവദിച്ചില്ല. ബഹുമാനപ്പെട്ട മേയറുടെ വണ്ടി വന്നു, തടഞ്ഞു നിർത്തി. മേയർ വണ്ടി അകത്ത് കയറി ഞങ്ങൾ നോക്കിയ സമയത്ത് വണ്ടിക്കകത്ത് അതിക്രൂരമായി മർദ്ദനമേറ്റ പ്രവർത്തകരെ കണ്ടു. ഞങ്ങൾക്ക് വൈകാതെ ഉണ്ടായി, വിഷമമുണ്ടാവും.
പോലീസുകാരനെ ആരാണ് പോലീസുകാരനെ എഴുതുന്നത്? മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ. ഇടത് ഭാഗത്ത് നിന്നത് BJP പ്രവർത്തകരാണ്, വലത് ഭാഗത്ത് നിന്നത് CPM പ്രവർത്തകരാണ്. എവിടുന്നാണ് ഇറങ്ങി വന്നത്? വലതുവശത്ത് നിന്ന് വിറക് കമ്പുകളെല്ലാം ആ പള്ളി അതിക്രമിച്ച് കയറി എറിഞ്ഞത് CPM കാരാണ് എന്ന് വ്യക്തമായി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ വീഡിയോ കാണിച്ചിട്ട് പോലും പോലീസ് വീണ്ടും BJPയുടെ പുറത്താണ് കൊണ്ടുവരുന്നത്. BJP പ്രവർത്തകരാണ് കൊണ്ടുവരുന്നത്. എന്നാ ഞങ്ങൾക്ക് ഒളിച്ചിരുന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല. പോലീസിനെ അറിയണമെങ്കിൽ പോലീസ്, ഞങ്ങൾ ഒരുപാട് സമരമുഖങ്ങൾ കണ്ടവർ തന്നെയാണ്. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സമര പോരാട്ടങ്ങൾ BJP നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. ഞങ്ങൾക്ക് ഒളിച്ചറിയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ അറിയാം. നിങ്ങൾക്ക് തടുക്കാൻ പറ്റില്ല. ഞാൻ വെല്ലുവിളിക്കാണ്. തടുക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ, തടുക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല. കാരണം കോർപ്പറേഷൻ ഭരിക്കുന്ന നഗരം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയാണ് ഞങ്ങൾ. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രതിബദ്ധതയുണ്ട്. ഇവിടെ സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ പ്രതീക്ഷയ്ക്കകത്ത് ഞങ്ങൾക്ക് പെരുമാറേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഈ ചുരണ്ടാമെന്നാൽ ചുരണ്ടി അവസാനം അത് എങ്ങനെയായി മാറുമെന്നുള്ളത് നിങ്ങൾ പഴയ ആൾക്കാരെ ചോദിച്ചാൽ അറിയാം. അത് വീണ്ടും ഓർമ്മിപ്പിക്കാം. അതുകൊണ്ട് മര്യാദ അനുസരിച്ച് പറയുകയാണ്. ഞങ്ങൾ വളരെ ബഹുമാനപൂർവ്വം പറയുകയാണ്. ബഹുമാനപ്പെട്ട DGPയുടെ അടുത്തും ബഹുമാനപ്പെട്ട കമ്മീഷണർക്കും പറയുകയാണ്, ഈ വിപിൻ എന്ന് പറയുന്ന CIക്കെതിരെ നടപടിയെടുക്കണം. അതുപോലെ തന്നെ ദീപു പിള്ളയ്ക്കെതിരെ നടപടിയെടുക്കണം. ഞങ്ങൾ ആവശ്യം രണ്ടാണ്. ഈ രണ്ടാവശ്യവും ഞങ്ങൾക്ക് നിറവേറ്റി തന്നേ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങളെ ഒരു ബഹുജന പ്രക്ഷോഭം, ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇവിടെ കമ്മീഷൻ ഓഫീസിലേക്ക് വന്നു. നിങ്ങളുടെ മനസ്സ് തുറക്കാം, മനസ്സ് ഉണരാം. ഞങ്ങളിത് സൂചനയാണ്. സൂചന മാത്രം. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും പോലീസ് എന്ന മുദ്രാവാക്യം വിളിച്ച് ഞാൻ നിർത്തുകയാണ്. ഈ പരിപാടി വളരെ സമാധാനപരമായി പാർട്ടി തീരുമാനിച്ച പരിപാടിയാണ്. നമ്മുടെ പ്രവർത്തകർ അങ്ങനെ തന്നെ പിരിയണം. നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അതിശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ. ഇപ്പോൾ നമ്മുടെ വേറൊരു കാര്യം, മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ 11 സ്ത്രീകൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പട്ടി കടിച്ചാൽ ഈ കടി എങ്ങനെ പേർ പിടിച്ചവന്മാരാണ്. പേർ പിടിച്ചവന്മാരെ കടിയാണ് കിട്ടിയിരിക്കുന്നത്. മണക്കാട് കൗൺസിലർ സരിതേര ഇത് കടി. അപ്പൊ ഈ പട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? ഈ തെരുവുകാരികളെ പേപ്പർ പിടിച്ച് എന്താ ചെയ്യുന്നത്? കല്ലെറിഞ്ഞ് കൊല്ലുകയല്ലേ ചെയ്യണത്? ഞങ്ങൾ ചെയ്യണത് എന്ത് വിരോധാഭാസമാണ്? ഇത് നാണം കെട്ട പരിപാടിയാണിത്. പോലീസ് ഞാൻ കടിക്കും, ഞാൻ കടിക്കും എന്താണ് ഒരു ബാലസറ്റിന്റെ മൂട് കൊണ്ടിരിച്ചു. പിന്നെ കണ്ടോൺമെന്റ് സിയാണ് മൂട് ടെൻസർ. ഞാനില്ല ബാലസിന്റെ. ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം. പോലീസിന് പറയാം, അതെല്ലാം അറിയാം. നിങ്ങളെ കൂടുതൽ അഭ്യാസമൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട. ഇത്രയും കാലം ഞങ്ങളിതൊന്നും ഇങ്ങനെ പ്രസംഗിച്ചില്ല. മര്യാദയോടുകൂടിയാണ് പറയണം. ആവർത്തിക്കരുത്, ദയവേത് ആവർത്തിക്കരുത്. നിയമപാലനം നിങ്ങളെ പാലിക്കുമ്പോൾ നിഷ്പക്ഷമായി പാലിക്കുക. വേറാൾ ആവർത്തിക്കരുത്. താക്കീതാണ്. ഇവിടെ താക്കീത് വരികയാണ്. BJPയുടെ പ്രസ്ഥാനം താക്കീത് വരികയാണ്. വേറെ ആവർത്തിക്കരുത്. അതുകൊണ്ട് പോലീസ് ശക്തമായി താക്കീത് കൊടുക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം. ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി, സമര പരിപാടി എന്താണെന്ന് തീരുമാനിക്കും. ഇത് ഞങ്ങൾ ആവശ്യം നിറവേറ്റുന്നതുവരെ സന്ധിയില്ല പോരാട്ടം നടത്തുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.